മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം രൂക്ഷമാകുന്നതോടെ അധികാര തർക്കം പരിഹരിക്കാൻ ഡി.കെ. ശിവകുമാറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിൽ രാവിലെ 9 മണിക്കാണ് ചർച്ച നടക്കുക. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങളും പ്രശ്നങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെയാണ് ഇരുവരും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം രൂക്ഷമായിരിക്കുന്നതിനിടെ അധികാര തർക്കം പരിഹരിക്കാൻ ഡി.കെ. ശിവകുമാറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിൽ രാവിലെ 9 മണിക്കായിരിക്കും ചർച്ച നടക്കുക. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങളും പ്രശ്നങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ ഇരുവരും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തർക്ക പരിഹരിക്കാനായി ഡി.കെ. ശിവകുമാറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. രണ്ടായിരത്തി 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഒരു അധികാര തർക്കം രൂക്ഷമാകുന്ന സാഹചര്യമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം രൂക്ഷമായതോടെയാണ് ഇപ്പോൾ അധികാര തർക്കം പരിഹരിക്കാനായി ഡി.കെ. ശിവകുമാറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിൽ രാവിലെ 9 മണിക്കാണ് ചർച്ച നടക്കുക. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങളും പ്രശ്നങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ ഇരുവരും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അധികാര തർക്കം പരിഹരിക്കാനായി ഡി.കെ. ശിവകുമാറും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കൂടിക്കാഴ്ച നടത്തുന്നത്.